CPM-നെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും പുറത്താക്കാത്തത് തിരിച്ചടിയായെന്ന് CPI എക്സിക്യൂട്ടീവിൽ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഭരണവിരുദ്ധ വികാരവുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നാണ് CPI എക്സിക്യൂട്ടീവിൽ വിലയിരുത്തലുണ്ടായത്. ഇന്ന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗം തെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി വിലയിരുത്തും. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, ഗുഡ് മോർണിംഗ്. സുനിൽ, ഇന്നലെ CPIയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ CPM-നെതിരെ കാര്യമായ വിമർശനം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ വൺമാൻ ഷോ ആണ് കാര്യങ്ങൾ ഈ രീതിയിൽ എത്താൻ ഉണ്ടായ പല കാരണങ്ങളിൽ ഒന്ന് എന്നതടക്കം കടത്തി പറയുന്ന രീതിയിലാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ യോഗത്തിലും സമാനമായ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ടോ? CPIയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം CPM-ന്റെ തലയിൽ കെട്ടിവെക്കുകയാണോ ചെയ്യുന്നത്? സൈഫു, ജിൽസി, ഗുഡ് മോർണിംഗ്. എന്തായാലും എന്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് CPIയും CPM-ഉം. അവരുടെ സംസ്ഥാന നേതൃയോഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന നേതൃയോഗം കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റും 2 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ കഴിഞ്ഞ് ഇന്നലെ MV ഗോവിന്ദൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, മാധ്യമങ്ങളെ കണ്ട് മുൻ നിലപാടിൽ തന്നെ ആവർത്തിച്ചു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ കാര്യമായ തിരിച്ചടി ഉണ്ടായില്ല, ചെറിയ തിരിച്ചടി മാത്രമാണ് ഉണ്ടാക്കിയത്. എതിർപക്ഷം വിചാരിച്ച രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കിയില്ല എന്നാണ്. മറ്റൊന്ന്, ഭരണവിരുദ്ധ വികാരമില്ല. ഒപ്പം വെള്ളാപ്പള്ളി ആയി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടേ ഇല്ല എന്നായിരുന്നു CPM-ന്റെ നിലപാട്. എന്തായാലും ഇന്നലെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേർന്നു. ഈ 2 യോഗങ്ങളിലും CPM-ന്റെ നിലപാട് പൂർണ്ണമായും അവർ തള്ളുകയാണ്. CPIയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരാണ്, നമുക്കറിയാം, സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും ഉള്ളത്. അവർ രൂക്ഷ വിമർശനമാണ് ഇന്നലെ CPM-നെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, മുഖ്യമന്ത്രി വിരുദ്ധ വികാരവും ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി എന്നാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്ന വിമർശനം. അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു പൊതുവികാരമുണ്ട്, ഒരു ജനവികാരമുണ്ട്. അത് മുഖ്യമന്ത്രി ഒരു ഏകാധിപത്യ നിലപാട് സ്വീകരിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനം ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകൾ അത് സാധൂകരിക്കുന്നതാണെന്ന് എക്സിക്യൂട്ടീവിൽ വിമർശനം ഉയർന്നു. മാത്രമല്ല, നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ വിഷയം. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ഒരു മെഗാഫോണായി പ്രവർത്തിക്കുന്നു. മാത്രമല്ല, വെള്ളാപ്പള്ളി നടത്തിയ തീവ്ര ന്യൂനപക്ഷ വർഗീയ പരാമർശങ്ങൾ മുസ്ലിം സമുദായത്തെ അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ LDF-ൽ നിന്ന് അകറ്റിയിട്ടുണ്ടെന്നും CPIയുടെ സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. മാത്രമല്ല, ഈ വെള്ളാപ്പള്ളിയുടെ നിലപാടുകളെ തിരുത്താൻ, അത് തെറ്റാണെന്ന് പറയാൻ മുഖ്യമന്ത്രിയോ CPM-ഓ ഒരു ഘട്ടത്തിലും തയ്യാറാകാതെ വന്നത് LDF-നോടുള്ള ന്യൂനപക്ഷങ്ങളുടെ മനോഭാവത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കിയെന്നാണ് CPIയുടെ വിലയിരുത്തൽ. മറ്റൊന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ ചില ഗുരുതരമായ പിഴവുകൾ CPI ചൂണ്ടിക്കാണിക്കുകയാണ്. അതിലൊന്ന്, പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ CPM തയ്യാറാകാതിരുന്നത് വലിയ എതിർപ്പിന്, ജനങ്ങൾക്കിടയിൽ നിന്നുള്ള എതിർപ്പിന് കാരണമായി എന്നാണ് CPI പറയുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാർ ചില ഘട്ടങ്ങളിൽ ഉണ്ടായ ചില മെല്ലപ്പോക്കുകൾ, ചില നിലപാടുകൾ ഒക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ വലിയ തോതിൽ ഒരു വൈകാരിക വിഷയമായി തന്നെ ഉണ്ടായിരുന്നു. അതിൽ CPM-ന് എന്തോ ഒളിക്കാനുണ്ട് എന്ന മനോഭാവം, പൊതുവെ അത്തരമൊരു പ്രതീതി ഉണ്ടാക്കപ്പെട്ടു എന്നാണ് CPIയുടെ ഒരു വിലയിരുത്തൽ. മറ്റൊന്ന്, സർക്കാർ വിരുദ്ധ വികാരമുണ്ടായി എന്ന് CPI കൃത്യമായി പറയാൻ കാരണം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വലിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും വലിയ തിരിച്ചടി ഉണ്ടായതിന്റെ കാരണം അത് കൃത്യമായ സർക്കാർ വിരുദ്ധ വികാരം തന്നെയാണെന്നാണ് CPI പറയുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജനം എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്നാണ് CPI ചോദിക്കുന്നത്. മാത്രമല്ല, ഈ BJP CPM അന്തർധാര എന്ന തരത്തിൽ കോൺഗ്രസ് അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്ന ചില പ്രചാരണങ്ങൾ, ആ പ്രചാരണങ്ങൾക്ക് ബലമേകുന്ന ചില നിലപാടുകൾ പല ഘട്ടങ്ങളിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറയുന്നു. അതിലെ ഉദാഹരണമായി PMC അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ആ വാദത്തിനുകൂടി അവർ അടിസ്ഥാനമിടുന്നത് എന്നതുകൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് CPIയുടെ സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. ഇന്നലെ എക്സിക്യൂട്ടീവിലും സെക്രട്ടേറിയറ്റിലും ഉണ്ടായിട്ടുള്ള പൊതുവായ ഒരു വിലയിരുത്തൽ, അത് ഇന്ന് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. എന്താകും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന
പ്രതികരണം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായും ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും ഉണ്ടായതിനേക്കാൾ രൂക്ഷമായ വിമർശനം ഒരുപക്ഷെ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ ആകുകയുമില്ല. എന്തായാലും അത് ഇന്ന് രാവിലെ 10 മണിക്കാണ് സംസ്ഥാന സമിതി യോഗം ചേരുക. ഇന്നലെ ബിനോയ് വിശ്വം അവതരിപ്പിച്ച പരാജയ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പക്ഷേ അതീവ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല സർക്കാരിനെതിരെയോ CPM-നെതിരെയോ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ യോഗത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് സംസ്ഥാന സമിതിയും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും. CPM-ന്റെ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ ചർച്ച ചെയ്ത പരാജയ കാരണങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു നിലപാടാണ് CPI ഈ വിഷയത്തിൽ എടുക്കുന്നത്. നോക്കൂ, CPI പക്ഷെ പറയുന്നത് CPIക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നൊരു വിലയിരുത്തൽ കൂടി CPI നടത്തുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴികെ മറ്റൊരിടത്തും CPIക്ക് കാര്യമായ തിരിച്ചടി ഉണ്ടായില്ല എന്നുകൂടി CPI പറഞ്ഞു വെൽക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ സൈഫ് പറഞ്ഞതുപോലെ ഈ തോൽവിയുടെ പൂർണ്ണമായ കാരണം CPM-ഉം മുഖ്യമന്ത്രിയും ഭരണവിരുദ്ധ വികാരവും ഒക്കെയാണ് എന്ന് പറഞ്ഞ് ഒഴിയുക എന്ന രാഷ്ട്രീയ തന്ത്രം കൂടി CPI ഘട്ടത്തിൽ എടുക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും തങ്ങളുടെ ഭാഗത്ത് നിന്ന് CPIയുടെ ഭാഗത്ത് നിന്ന് ഈ പരാജയത്തിന് വലിയ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, തങ്ങൾ അതിന് കാരണമായിട്ടില്ല എന്നാണ് CPIയുടെ നിലപാട്. തിരിച്ചടിയുടെ കാരണങ്ങൾ വിശദമായി വിലയിരുത്തുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം CPI കുറച്ച് അപ്രിയ സത്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ ഒരു കടുത്ത വിമർശനങ്ങളിലേക്ക് കടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ജിൽസി, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതികൾക്കെതിരെ CPM നടപടി എന്ന ഒരു തലക്കെട്ട് കൊടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഞങ്ങൾ നൽകില്ല എന്ന് പത്രക്കാരുടെ ഗോവിന്ദൻ പറഞ്ഞു. അത് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നടപടി എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും.